എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്നുള്ളത് കേരളത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ തൃപ്പങ്ങോട് ശിവക്ഷേത്രത്തിലാണ്. ഇവിടെ വരുന്നവർക്ക് ശിവന്റെ 3 കാൽപാദങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ശിവൻ തൃശൂലം കൈകിയ ഒരു കുളവും കാണാൻ പറ്റും. പക്ഷെ ഇതിന് പിന്നിലൊരു വലിയ ഐതിഹ്യമുണ്ട്. അതൊട്ടുമിക്ക ആളുകൾക്കും അറിയില്ല. ആ കഥ ഒന്ന് കേട്ടാലോ? 18 പുരാണങ്ങളിൽ അതിപ്രസിദ്ധമായ മാർക്കണ്ഡേയ പുരാണത്തിൽ നിന്നെടുത്ത കഥയാണ് കേട്ടോ ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് ആധാരം. ആ കഥ എങ്ങനെയാണ് കേട്ടോ. ഇന്ന് ക്ഷേത്രത്തിനകത്ത് നിങ്ങൾ പോകുമ്പോഴേ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് കാരണത്തിൽ ക്ഷേത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്. അക്കാലത്ത് ഇതിനടുത്ത് താമസിച്ചിരുന്ന താപസശ്രേഷ്ഠനായ മൃഗണ്ഡു മഹർഷിക്കും പത്നി മധുരവതിക്കും കല്യാണം കഴിഞ്ഞിട്ട് ഏറെ കാലം കഴിഞ്ഞിട്ടും കുട്ടികളൊന്നും ഉണ്ടായില്ല. ഇതിൽ ദുഃഖിതരായ ഇവർ ശിവനെ ഭജിച്ച് തപസ് ചെയ്യാനായിട്ട് തുടങ്ങി. കുറേ കാലത്തെ കഠിന തപസ്സിനൊടുവിൽ പ്രത്യക്ഷനായ ഭഗവാൻ ശിവൻ അവരോട് ഒന്നിനും കൊള്ളാതെ 100 വയസ്സ് വരെ ജീവിക്കുന്ന മകനെയാണോ അതോ എല്ലാം തികഞ്ഞ 16 വയസ്സ് വരെ ജീവിക്കുന്ന മകനെയാണോ വേണ്ടതെന്ന് ചോദിച്ചു. ഈ ചോദ്യം ഇരുവരെയും ദുഃഖിതരാക്കി. എങ്കിലും ഒന്നിനും കൊള്ളാതെ ദീർഘായുസായിരിക്കുന്നതിനും നല്ലത് എല്ലാം തികഞ്ഞുകൊണ്ട് അല്പായുസായിരിക്കുന്നതാണെന്ന് ഇവർക്ക് തോന്നി. അതുകൊണ്ട് ഇവർ 2ാമത്തെ മകനെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ജനിച്ച മകനാണ് കേട്ടോ മാർക്കണ്ഡേയൻ. അങ്ങനെ മാർക്കണ്ഡേയൻ വളരെ ചെറുപ്പത്തിൽ തന്നെ വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് വളരെ മിടുക്കനായി വളർന്നു കേട്ടോ. അങ്ങനെ അവന്റെ 16ാം പിറന്നാളും കഴിഞ്ഞു. മാർക്കണ്ഡേയന്റെ ആയുസിന്റെ അന്ത്യമടുത്ത വിവരമറിഞ്ഞ കാലൻ പോത്തിന്റെ പുറത്തേറി പുറപ്പെട്ടു. ഈ സമയം മാർക്കണ്ഡേയൻ തിരുനാവായ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു. പെട്ടെന്നാണ് തന്റെ പിന്നാലെ കാലം വരുന്നത് അവൻ കണ്ടത്. അത് കണ്ട് അവൻ ഭയന്നു. അങ്ങനെ അവൻ ശ്രീലകത്ത് കടന്ന് നാവാമുകുന്ദനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ: കാലനോട് ഏറ്റുമുട്ടാൻ സാക്ഷാൽ മഹാദേവന് മാത്രമേ സാധിക്കുള്ളൂ. അതിനാൽ നീ മഹാദേവനെ ശരണം പ്രാപിക്കുക. അതിനൊരു വഴിയുണ്ട്. പടിഞ്ഞാറേ നടയിലൂടെ അടുത്തുള്ള തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിൽ പോകുക. നിനക്ക് ഞാൻ കുറച്ച് കല്ലുകൾ തരാം. കാലൻ അടുത്തെത്തുന്നുവെന്ന് തോന്നുമ്പോൾ ഉടനെ അവയെടുത്ത് പിറകിലേക്ക് എറിയുക. അങ്ങനെ പോയാൽ കാലനിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. തുടർന്ന് ഭഗവാൻ മാർക്കണ്ഡേയന് 12 കല്ലുകൾ സമ്മാനിച്ചു. പുറത്ത് കാലനെ കണ്ട ഭഗവാൻ ഉടനെ തന്നെ ശ്രീലകത്തിന്റെ പിറകിലായിട്ടൊരു വാതിലുണ്ടാക്കി. മാർക്കണ്ഡേയൻ അതിലൂടെ ഇറങ്ങി ഓടി. തുടർന്ന് അത് അടച്ചു. പിന്നീട് ഇതുവരെ അത് തുറന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും തിരുനാവായ ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് ആ വാതിൽ കാണാൻ പറ്റും. അങ്ങനെ മാർക്കണ്ഡേയൻ നാവാമുകുന്ദൻ പറഞ്ഞതുപോലെ ചെയ്തു. കാലനെ ഭയന്ന് മാർക്കണ്ഡേയൻ അങ്ങനെ തൃപ്പങ്ങോട്ട് ശിവക്ഷേത്രത്തിലേക്ക് ഓടിയിട്ടോ. തന്റെ തൊട്ട് പിറകിൽ ഓരോ തവണ കാലനെത്തുമ്പോഴും ഓരോ കല്ലുകൾ വീതം പുറകിലേക്ക് എറിഞ്ഞു. അങ്ങനെ അമ്പലം എത്താനാകുമ്പോഴേക്കും 12 കല്ലുകൾ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓടി അമ്പലത്തിനടുത്തെത്തിയപ്പോഴതാ വലിയ കൂറ്റിനൊരു പേരാൽമരം നിൽക്കുന്നു. ഈ പേരാൽമരം ചുറ്റിപ്പോയി കഴിഞ്ഞാൽ കാലൻ എന്തായാലും തന്നെ പിടിക്കും. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോൾ പേരാൽമരം തന്നെ നടുകെ പിളർന്ന് മാർക്കണ്ഡേയന് വഴിയൊരുക്കി കൊടുത്തു. ഉടനെ ശ്രീകോവിലേക്ക് ഓടിയെത്തിയ മാർക്കണ്ഡേയൻ അവിടെയുള്ള ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഇത് കണ്ട് കോപാകുലനായ കാലൻ ഉടനെ അവന് നേരെ കയറെറിഞ്ഞു. മാർക്കണ്ഡേയനും ശിവലിംഗവും അതിൽ പെട്ടുപോയി. ദേഷ്യത്താൽ കാലൻ ആ കയർ പുറത്തേക്ക് വലിച്ചു. ഇളക്കം തട്ടിയ മാത്രയിൽ തന്നെ ശിവലിംഗത്തിൽ നിന്ന് സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അവിടെ ഒരു വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായി. ഒടുവിൽ കോപാകുലനായ ഭഗവാൻ തന്റെ ശൂലം കൊണ്ട് കാലനെ കുത്തിക്കൊന്നു. തുടർന്ന് മാർക്കണ്ഡേയനെ അനുഗ്രഹിച്ച ഭഗവാൻ അവൻ എന്നും 16 വയസ്സായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിച്ചു. തുടർന്ന് തന്റെ ശ്രീകോവിലിൽ നിന്ന് 3 അടി തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി അടുത്തുള്ള കുളത്തിൽ ശൂലം കഴുകി ഇന്ന് പ്രധാന ശ്രീകോവിലുള്ള സ്ഥലത്ത് സ്വയംഭൂവായി അവതരിച്ചു. ഇതാണ് തൃപ്പങ്ങോട്ട് മഹാശിവക്ഷേത്രത്തിന്റെ ഉത്ഭവ കഥ. ഈ ഐതിഹ്യത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ അടയാളങ്ങളും നമുക്ക് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കാണാം. അതിനുദാഹരണങ്ങളാണ് ക്ഷേത്രത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന വടക്ക് കിഴക്കേ മൂലയിലുള്ള കാരണത്തിൽ ക്ഷേത്രം, മാർക്കണ്ഡേയൻ കെട്ടിപ്പിടിച്ചു കരഞ്ഞ ശിവലിംഗമുള്ള ക്ഷേത്രം, ശിവൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലം, അവിടെ നിന്ന് കുറച്ചു മാറി കാലനെ കൊന്ന ശേഷം ശിവൻ വെച്ച 1ാം തൃപ്പാദം, 2ാം തൃപ്പാദം, 3ാം തൃപ്പാദം എന്നിങ്ങനെ 3 തൃപ്പാദങ്ങൾ കാണാം. കുറച്ചു മാറി ശിവൻ കാലനെ കൊന്ന് തന്റെ തൃശൂലം കഴുകിയ കുളം കാണാം. അതിപ്പോഴും സംരക്ഷിച്ചു പോരുന്നു. പിന്നെ പ്രധാനമായും ശിവൻ സ്വയംഭൂവായി അവതരിച്ച പ്രധാന ശ്രീകോവിലുള്ള സ്ഥലം. പിന്നെ തിരുനാവായ ക്ഷേത്രത്തിൽ ചെന്നാൽ നാവാമുകുന്ദൻ മാർക്കണ്ഡേയന് വേണ്ടി തുറന്നു കൊടുക്കുകയും പിന്നെ കാലൻ വരാതിരിക്കാൻ അപ്പോൾ തന്നെ അടയ്ക്കുകയും ചെയ്ത വാതിൽ കാണാം. ഇപ്പോഴും ആ വാതിൽ അവിടെ അടഞ്ഞു തന്നെ കിടക്കുന്നു. അന്ന് കോപം പൂണ്ട ശിവൻ പിന്നെ കോപം ശമിപ്പിക്കാനായിട്ട് മൂലക്ഷേത്രത്തിനടുത്തുള്ള തീർത്ഥക്കുളത്തിൽ നിന്ന് ശംഖിൽ ജലം എടുത്ത് നെറുകയിൽ ഒഴിച്ചു. എല്ലാ ദിവസവും ശംഖാഭിഷേകം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. വളരെ അപൂർവമായിട്ടേ അങ്ങനെ ഉണ്ടാവാറുള്ളൂ. ഈ തീർത്ഥക്കുളം നമുക്കവിടെ കാണാൻ പറ്റൂ കേട്ടോ. ആരും അങ്ങോട്ട് ഇറങ്ങിയിരുന്നെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീകോവിലിനുള്ളിൽ മൃത്യുഞ്ജയനായ ശിവഭഗവാന്റെ തൊട്ടടുത്തായിട്ട് ശ്രീ പാർവതി ദേവിക്കും ഒരു ഇരിപ്പിടമുണ്ട് കേട്ടോ. കാലനെ വധിച്ച് രൗദ്രഭാവം പൂണ്ട ശിവമൂർത്തിയെ ശാന്തനാക്കുന്നതിനായിട്ടാണ് കേട്ടോ ശ്രീ പാർവതിയെയും ഒപ്പം പ്രതിഷ്ഠിച്ചത്. ഞങ്ങളങ്ങനെ മലപ്പുറം ജില്ലയിലെ തിരൂരല്ല തൃപ്പങ്ങോട്ടപ്പനെ തൊഴുതിറങ്ങിട്ടോ.
കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ക്ഷേത്രമാണ് ഇട്ടത്. എന്തു ഭംഗിയാണല്ലോ ഇവിടേക്ക് കാണാനായിട്ട്. പണ്ട് മാമാങ്കം നടന്നിരുന്ന കാലത്ത് സാമൂതിരിയുടെ സൈന്യം ഇവിടെയായിരുന്നു തമ്പടിച്ചിരുന്നത്. അങ്ങനെ കുറേ ചരിത്രങ്ങളും ഉണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിന്. വടക്കുവശത്ത് ചെറിയ കമാനം കടന്ന് മുന്നോട്ട് ഇറങ്ങുമ്പോൾ വലതു ഭാഗത്തായിട്ടൊരു വലിയ ക്ഷേത്രച്ചിറ കാണാം. തൃപ്പങ്ങോട്ടപ്പൻ്റെ ആറാട്ട് കടവ്. കുറച്ചു നേരം കൽപ്പടവിൽ ഇറങ്ങി പുള്ളിമീനുകളെയൊക്കെ ശല്യം ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട്.